നമസ്കാരം. ഇന്നിതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ന്യൂസ് അറ്റ് 6 PM ആദ്യം തലക്കെട്ടുകൾ. തൃശൂർ മറ്റത്തൂരിലും ചൊവ്വന്നൂരിലും കോൺഗ്രസ് നടപടി. മറ്റത്തൂരിലെ BJP സഖ്യത്തിൽ 8 വാർഡംഗങ്ങളെയും 2 വിമതരെയും കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യരാക്കുമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് പച്ചക്കള്ളം പറയുന്നെന്നും വിപ്പ് നൽകിയിട്ടില്ലെന്നും മെമ്പർമാർ. ചൊവ്വന്നൂരിൽ SDPI പിന്തുണയിൽ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച വർഗീസ് ചൊവ്വന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ്. വൈസ് പ്രസിഡന്റായ വർഗീസ് ചൊവ്വന്നൂരിന്റെ ഭാര്യ സെബേറ്റ വർഗീസിനെ പുറത്താക്കി. ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി. മറ്റത്തൂരിൽ മരുന്നിന് പോലും ബാക്കി വയ്ക്കാതെ കോൺഗ്രസിലെ 8 അംഗങ്ങളെയും BJP എടുത്തുവെന്ന് പിണറായി വിജയന്റെ FB പോസ്റ്റ്. BJPക്ക് ആളെ കൂട്ടാനുള്ള മോഹമാണ് മുഖ്യമന്ത്രിക്കെന്നും അമിത്ഷായും മോദിയും പറയുന്നിടത്ത് ഒപ്പിടുന്നയാളാണ് പരിഹസിക്കുന്നതെന്നും VD സതീശന്റെ തിരിച്ചടി. കോർപ്പറേഷന്റെ കെട്ടിടത്തിലെ ഓഫീസ് ഒഴിയണമെന്ന കൗൺസിലർ R ശ്രീലേഖയുടെ ആവശ്യത്തിൽ പ്രതികരണവുമായി VK പ്രശാന്ത് MLA. ഒഴിയാനുള്ള കാലാവധി മാർച്ച് 31-നാണെന്നും നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമെന്നും VK പ്രശാന്ത്. സൗഹൃദ സംഭാഷണങ്ങൾ വിവാദമാക്കി മാറ്റരുതെന്ന് R ശ്രീലേഖ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തത വരുത്താനാകാതെ SIT. സ്മാർട്ട് ക്രിയേഷനിൽ വേർതിരിച്ചെടുത്ത സ്വർണം ആർക്ക് വിറ്റു എന്ന് കണ്ടെത്താനായില്ല. ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് SIT അറിയിച്ച് D മണി. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ LDF. അടുത്ത മാസം 12-ന് കേന്ദ്ര വിരുദ്ധ സമരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളയാത്ര നടത്താനും തീരുമാനം. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ 4ാം മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡിൽ വൈകിട്ട് 7 മണി മുതൽ. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ആദ്യ 3 മത്സരങ്ങളും ജയിച്ച് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ആശ്വാസ ജയത്തിനായി പരമ്പരയിൽ 3 മത്സരങ്ങളും തോറ്റു ശ്രീലങ്ക. വിശദമായി നോക്കാം. തൃശൂർ മറ്റത്തൂരിലെ BJP കോൺഗ്രസ് സഖ്യത്തിൽ കർശന നടപടിക്കൊരുങ്ങി DCC. കോൺഗ്രസിന്റെ 8 വാർഡ് അംഗങ്ങളെയും 2 വിമതരെയും അയോഗ്യരാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് DCC അറിയിച്ചു. ചൊവ്വന്നൂരിലെ കോൺഗ്രസ് SDPI സഖ്യത്തിൽ കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് മറ്റത്തൂരിലെ 8 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച BJPയുമായി സഖ്യമുണ്ടാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ടെസ്സി ജോസ് കല്ലറയ്ക്കലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. കോൺഗ്രസിന്റെ 8 വാർഡംഗങ്ങളെയും 2 വിമതരെയും അയോഗ്യരാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് DCC വ്യക്തമാക്കി. പാർട്ടിയിലെ ഈ കൈച്ചിഹ്നത്തിൽ വിജയിച്ച 8 പേരെയും സ്വതന്ത്രരായി വിജയിച്ച് പാർട്ടിയിലേക്ക് വന്ന 2 പേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുത്തു എന്ന് ഉള്ള DCC ജനറൽ സെക്രട്ടറി ശ്രീ PM ചന്ദ്രനെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാഫിയെയും KPCC നേരിട്ട് തന്നെ പുറത്താക്കിയിട്ടുള്ളതാണ്. മിനിമോൾ, ശ്രീജ, സുമ ആന്റണി, അക്ഷയ് സന്തോഷ്, പ്രിൻഡോ പള്ളിപ്പറമ്പൻ, സിജി രാജേഷ്, സിബി പൗലോസ്, നൂർജഹാൻ നവാസ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ചത്. അതേസമയം ചൊവ്വന്നൂരിലെ കോൺഗ്രസ് SDPI സഖ്യത്തിൽ കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് DCC പ്രസിഡന്റ് അറിയിച്ചു. 2 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ വർഗീസിനെതിരെയും നടപടി സ്വീകരിക്കും. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ ജയിച്ചവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത സെബേറ്റ വർഗീസിനെ പുറത്താക്കി. 2 SDPI അംഗങ്ങളുടെ പിന്തുണയോടെയാണ് സെബേറ്റ ജയിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത നിതീഷ് എമ്മിനെയും പാർട്ടിയിൽ നിന്നും നേരത്തെ പുറത്താക്കിയിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. മറ്റത്തൂരിലെ കോൺഗ്രസ് BJP സഖ്യത്തിലെ മുൻ കോൺഗ്രസ് വാർഡ് മെമ്പർമാർ മാധ്യമങ്ങളെ കണ്ടു. കൂറുമാറ്റം കുപ്രചരണമെന്നും DCC വിപ്പ് പോലും നൽകിയിട്ടില്ലെന്നും നടപടി നേരിട്ടവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പാർട്ടി കൃത്യമായ ഇടപെടൽ നടത്തിയാൽ തിരുത്തുമെന്നും മുൻ കോൺഗ്രസ് വാർഡ് മെമ്പർമാർ. ഹരീഷ് നാരായൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരീഷ്, ഈ നടപടി നേരിട്ടവരാണ് ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഈ മറ്റത്തൂരിലെ സംഭവങ്ങളൊക്കെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ന്യായീകരിക്കുകയുണ്ടായി. ഇനി എന്തായിരിക്കും ഈ തൃശൂർ DCCയുടെ ഭാഗത്തു നിന്നൊക്കെ അടുത്ത നീക്കമുണ്ടാവുക? തീർച്ചയായും ഈ KR ഔസേപ്പിനെ CPM വിലക്കെടുത്തു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. CPM വിരോധത്തിൽ BJP കോൺഗ്രസിന് വോട്ട് ചെയ്തു.
കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടില്ല. ആരും BJPയിൽ ചേർന്നിട്ടുമില്ല. തങ്ങളോട് ഇത്തരത്തിൽ ആരും വിശദീകരണം ചോദിച്ചിട്ടില്ല. ഈ സ്ഥാനം രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റത്തൂരിലെ ജനവികാരം അത് CPM-നെതിരെയാണ്. നാടിന്റെ പൊതുവികാരം ഏറ്റെടുത്താണ് തങ്ങൾ രാജിവെക്കാതിരുന്നത്. തങ്ങൾ BJPയുമായി മുന്നണി ഉണ്ടാക്കിയിട്ടില്ല, BJPക്ക് പോയിട്ടുമില്ല. ഇത്തരത്തിൽ പ്രത്യാഘാതം പഠിക്കാതെ തങ്ങൾ രാജിവെക്കുകയുമില്ല. മാത്രമല്ല പാർട്ടി കൃത്യമായി ഇടപെടൽ നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടെങ്കിൽ പാർട്ടിക്കൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു മുൻ കോൺഗ്രസ് മെമ്പർമാർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലെ ഇന്ന് രാവിലെയുമായാണ് ഇത്തരത്തിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ അയോഗ്യരാക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ DCC പ്രസിഡന്റ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റിനെതിരെയും DCCക്കെതിരെയുമാണ് വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഇപ്പോൾ ഈ ഒരു മുൻ മെമ്പർമാർ ഉന്നയിക്കുന്നത്. അതായത് പാർട്ടി കൃത്യമായ രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവർ പറഞ്ഞത്. BJPയിലേക്ക് പോകാൻ താല്പര്യമില്ല, കോൺഗ്രസിൽ തന്നെ തുടരാനാണ് താല്പര്യം. പക്ഷേ പാർട്ടി അത് വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കണമെങ്കിൽ പാർട്ടിയുടെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും ഈ മറ്റ് നടപടികൾ, അതായത് ഇവർക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. നിലവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അത് അത്തരത്തിൽ അയോഗ്യരാക്കും എന്നുള്ള കാര്യത്തിലേക്കാണ് ഇന്ന് രാവിലെ എത്തിയത്. തുടർന്നാണ് ഇവർ വാർത്താ സമ്മേളനം വിളിച്ചത്. അമ്പലി ശരി, ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി. മറ്റത്തൂരിൽ മരുന്നിന് പോലും ഒരാളെ ബാക്കി വയ്ക്കാതെ കോൺഗ്രസിലെ 8 അംഗങ്ങളെയും BJP എടുത്തതായും കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയല്ല ഇതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്നവരും ഇരുട്ടി വെളുക്കുമ്പോൾ BJP ആകാൻ മടിക്കില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. സ്വയം വിൽക്കാനുള്ള കോൺഗ്രസിന്റെ ഈ സന്നദ്ധതയാണ് BJPയുടെ കേരള വ്യാമോഹങ്ങൾക്ക് വളമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റത്തൂരിൽ ആരും BJPയിലേക്ക് പോയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാർട്ടി തീരുമാനം ലംഘിച്ചതുകൊണ്ടാണ് നടപടിയെടുത്തത്. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം BJPയെ വളർത്തുകയാണെന്നും VD സതീശൻ പറഞ്ഞു. നരേന്ദ്രമോദിയും അമിത്ഷായും എവിടെ ഒപ്പിടാൻ പറയുന്നു അവിടെ ഒപ്പിടുന്ന പിണറായി വിജയനാണ് കോൺഗ്രസിനെ പരിഹസിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തോറ്റ് തൊപ്പിയിട്ടിരിക്കുമ്പോഴും ഇതുപോലത്തെ പരിഹാസം പറയുന്നതിനാണ് വലിയ താല്പര്യം കാണിക്കുന്നത്. ഈ തോൽവിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. തോറ്റിട്ടില്ലെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ. എന്നിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറയണം. മറ്റത്തൂരിൽ 2 വിമതന്മാർ ജയിച്ചിരുന്നു. അതിലൊരു വിമതനെ CPM പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു. അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത്. അല്ലാതെ അവരാരും BJPയിലൊന്നും പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ BJP പോകണമെന്നാണ്. കാരണം BJPയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഈ പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാൻ വരിക. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ UDFന് SDPI വോട്ട് ചെയ്തത് മുന്നണിയുമായി ഉണ്ടാക്കിയ പ്രാദേശിക ധാരണ പ്രകാരമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ്. BJP അധികാരത്തിലെത്താതിരിക്കാനുള്ള സമീപനമാണ് SDPI സ്വീകരിച്ചത്. പാങ്ങോട് പഞ്ചായത്തിലെ കഴിഞ്ഞ UDF ഭരണസമിതിയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം SDPIക്ക് ആയിരുന്നു. LDFനും UDFനും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ഭരണസ്തംഭനം ഒഴിവാക്കാൻ ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യുക എന്ന നിലപാടും SDPIക്കുണ്ടായിരുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ചില കോർപ്പറേഷനിലും കൊല്ലം കോർപ്പറേഷനിലും അതുപോലെ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും SDPI നിലപാടെടുത്തത് അത് ഇതുവരെ പുലർത്തിപ്പോരുന്ന രാഷ്ട്രീയ സത്യസന്ധതയുടെയും നിലപാടിൻ്റെയും ഭാഗമാണ്. BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള ഒരു സമീപനം. LDF UDF മുന്നണികൾക്ക് സ്വന്തമായി ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തുകളിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് പിന്തുണക്കുക എന്നൊരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്തുണച്ചപ്പോഴും അതൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു. പാങ്ങോട് പഞ്ചായത്തിൽ അവിടെ ഭരണ അസ്ഥിരത ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ UDFനെ പിന്തുണച്ചത്. അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ 2 മണ്ഡലം പ്രസിഡന്റുമാർ ഇക്കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ബോർഡിൽ അവിടെ പ്രസിഡന്റായിരുന്ന പ്രസിഡന്റ് അടക്കം കോൺഗ്രസിൻ്റെ 2 മണ്ഡലം പ്രസിഡന്റുമാർ DCC മെമ്പർ അടക്കമുള്ളവരുമായി ഇരുന്ന് കൂടിയാലോചിച്ച് ഒരു സുതാര്യമായ രാഷ്ട്രീയമായ ഒരു ധാരണയാണ് അവിടെ ഉണ്ടാക്കിയത്. PV അൻവറിനെതിരെ കോഴിക്കോട് ബേപ്പൂരിൽ ഫ്ലെക്സ് ബോർഡുകൾ. ഇന്ന് രാവിലെയാണ് ബേപ്പൂരിന്റെ മണ്ണിൽ അൻവർ വേണ്ട വേണ്ട എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്.
അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന സൂചനയോടെ അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ കഴിഞ്ഞ ദിവസം ബേപ്പൂരിൽ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അൻവർ ബേപ്പൂരിൽ വേണ്ടെന്ന ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെയും രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച PV അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തെ ചൊല്ലി MLAയും കൗൺസിലറും തമ്മിൽ തർക്കം തുടരുന്നു. ശാസ്തമംഗലത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് MLA ഓഫീസുമായി ബന്ധപ്പെട്ടാണ് തർക്കം. ഓഫീസ് ഒഴിയണമെന്ന് സൗഹൃദപരമായി ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ശാസ്തമംഗലം കൗൺസിലർ R. ശ്രീലേഖ. വാടക കരാർ അവസാനിക്കുന്നതുവരെ ഓഫീസ് ഒഴിയില്ലെന്ന നിലപാടിലാണ് MLA VK പ്രശാന്ത്. ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് വട്ടിയൂർക്കാവ് MLAയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇതേ കെട്ടിടത്തിലാണ് മുൻ കൗൺസിലറിനും ഓഫീസ് ഉണ്ടായിരുന്നത്. ഇത്തവണ ശാസ്തമംഗലത്തെ കൗൺസിലറായി വിജയിച്ച R. ശ്രീലേഖ നിലവിലുള്ള മുറി ചെറുതാണെന്നും MLA ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി തനിക്ക് വേണമെന്നും ആവശ്യപ്പെട്ട് നേരിട്ട് പ്രശാന്തിനെ വിളിക്കുകയായിരുന്നു. VK പ്രശാന്ത് അടുത്ത സുഹൃത്താണെന്നും ഓഫീസ് മാറിത്തരാൻ പറ്റുമോ എന്ന് സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയായിരുന്നുവെന്നും ശ്രീലേഖ പറഞ്ഞു. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അതിന് ശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത്, ഞാൻ ഒരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്. എന്നാൽ മേയറാകാൻ സാധിക്കാത്തതിന്റെ നിരാശ ഇങ്ങനെയല്ല തീർക്കേണ്ടതെന്നും സൗഹൃദപരമായല്ല ആവശ്യം ഉന്നയിച്ചതെന്നും VK പ്രശാന്ത് ആരോപിച്ചു. ഇവിടെ ഒരു കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഗേറ്റുകളുണ്ട്, എല്ലാ സംവിധാനവുമുണ്ട്. ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാൾ എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLAയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്. വിഷയം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും സൗഹൃദത്തിന്റെ പുറത്താണ് ശ്രീലേഖ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചതെന്നും മേയർ VV രാജേഷ് പറഞ്ഞു. ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. അതായത് അത് കോർപ്പറേഷൻ്റെ ബിൽഡിംഗാണ്. ഒരു വനിതയാണ് കൗൺസിലറായിട്ട് വന്നത്. നമുക്കറിയാം അവിടെ സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ ശ്രീലേഖ ചേച്ചിയും VK പ്രശാന്ത് MLAയും തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട്, സൗഹൃദമുണ്ട്. ആ ഒരു സൗഹൃദം വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ്, താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്നൊരു സാഹചര്യം കൊണ്ടുവന്നു. ഇന്ന് ഫോണിൽ ചോദിച്ചു, ഫോൺ കോളിൽ. അത്രമാത്രമാണ് അവിടെ ഉണ്ടായത്. MLA ഓഫീസിന് വാടക കരാർ ഉണ്ടോ എന്നത് അന്വേഷിക്കുമെന്നും തുടർ നടപടി അതിനനുസരിച്ചായിരിക്കുമെന്നും പറഞ്ഞ ശ്രീലേഖ VK പ്രശാന്തിനെ നേരിട്ട് കണ്ട് കൈകൊടുത്താണ് പിരിഞ്ഞത്. എല്ലാ ദിവസവും ഇനി കൗൺസിലർ ഓഫീസിൽ ഉണ്ടായിരിക്കുമെന്നും ശ്രീലേഖ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജനകീയനായ MLAയുടെ ഓഫീസ് ഒഴിപ്പിക്കാനുള്ള നീക്കം ജനാധിപത്യ മര്യാദകളുടെ പരസ്യമായ ലംഘനമാണെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു മന്ത്രിയുടെ പ്രതികരണം. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ തിരുവനന്തപുരം ശാസ്തമംഗലത്ത് പ്രവർത്തിക്കുന്ന ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള BJP കൗൺസിലറുടെ നടപടി ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. 7 വർഷമായി വട്ടിയൂർക്കാവിലെ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമായ ഒരു ഓഫീസിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പകപോക്കലല്ലാതെ മറ്റൊന്നുമല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. MLAയുടെ പോരാട്ടങ്ങൾക്ക് ഒപ്പം നിൽക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. CPMനെയും പിണറായി വിജയനെയും വിമർശിച്ചാൽ വീട്ടിൽ പോലീസ് വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. AI ചിത്രം ആദ്യമുണ്ടാക്കിയത് CPM ആണ്. CPM തനിക്കെതിരെ ദിവസവും 10 കാർഡ് വീതമാണ് ഇറക്കുന്നത്. തനിക്കതിൽ പേടിയില്ല എന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞ വ്യക്തി MV ഗോവിന്ദനാണെന്നും അദ്ദേഹം പരിഹസിച്ചു. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഏക ആള് കേരളത്തിലെ MV ഗോവിന്ദനാണ്. വയനാട് ചൂരൽമര വിഷയവുമായിട്ട് ഞാനും ശ്രീ KC വേണുഗോപാലും സണ്ണി ജോസഫും രാഹുൽ ഗാന്ധിയൊക്കെ നൃത്തം ചെയ്യണ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ പരാതിയൊന്നും കൊടുത്തൊന്നുമില്ല. ഞങ്ങൾ ഡാൻസ് ചെയ്യണം. അത് ഞാനൊക്കെ രാഹുൽ ഗാന്ധിയൊക്കെ ഡാൻസ് ചെയ്യണം. അത് ഇറക്കിയതാണ് CPM-കാര്. നാണമുണ്ടോ മാർക്ക്? നാണമുണ്ടോ? എന്നിട്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുക. CPM-നെ വിമർശിക്കാൻ പാടില്ല. പണ്ട് പറയില്ല, പോളണ്ടിനെ കുറിച്ച് ഒന്നും പറയരുതെന്ന് പറഞ്ഞ മാതിരി പിണറായി വിജയനെ കുറിച്ച് ഒന്നും മിണ്ടിയ വീട്ടിൽ പോലീസ് വരും. അത് ക്രൈം നന്ദകുമാറിന്റെ വീട്ടിലാണെങ്കിലും പോലീസ് വരും, സുബ്രഹ്മണ്യന്റെ വീട്ടിലാണെങ്കിലും പോലീസ് വരും. ഞങ്ങളെല്ലാം ഇടാൻ പോവാണ്. ഒന്ന് വരട്ടെ, പോലീസ് ഒന്ന് വരട്ടെ. ഇവിടെ മറ്റൊരു കാര്യം, ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ പോലീസ് സംശയിക്കുന്ന ദിണ്ടിഗൽ സ്വദേശി മണി SITയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകും. പോലീസ് നൽകിയ നോട്ടീസ് പ്രകാരം ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് അഭിഭാഷകൻ SITയെ അറിയിച്ചു. മണിക്ക് കേരളത്തിൽ ഏറെ ബന്ധങ്ങളുണ്ടെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്.
ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുള്ളതായി പ്രത്യേക അന്വേഷണ സംഘം സംശയിക്കുന്ന ദിണ്ടിഗൽ സ്വദേശി മണിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം MS മണിയുടെ ഓഫീസിലെത്തി ചോദ്യം ചെയ്യുകയും തിരുവനന്തപുരത്ത് ഹാജരാകാൻ നോട്ടീസ് നൽകുകയുമായിരുന്നു. ചോദ്യം ചെയ്യലിന് 30-ാം തീയതി ചൊവ്വാഴ്ച ഹാജരാകുമെന്ന് മണിയുടെ അഭിഭാഷകനാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചത്. MS മണിക്ക് സിം കാർഡ് എടുത്തു നൽകിയ ബാലമുരുകനും ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇവരെ കൂടാതെ ഇടനിലക്കാരനെന്ന് സംശയിക്കുന്ന ശ്രീകൃഷ്ണനും SIT ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. MS മണിക്ക് കേരളത്തിൽ ചില ബന്ധങ്ങളുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മണിയുടെ വീട്ടിലും സ്ഥാപനത്തിലും റെയ്ഡ് നടത്തിയത് കൂടാതെ ശ്രീകൃഷ്ണന്റെ വീട്ടിലും അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ MS മണിക്കെതിരായ കേസുകളുടെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. മണിയുടെ ചോദ്യം ചെയ്യലോടെ കേരളത്തിലെ ഇടപാടുകളിൽ വ്യക്തത വരുത്താനാകുമെന്നാണ് SIT സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇടതുമുന്നണി ജനുവരി 12-ാം തീയതി MLA-മാരും മന്ത്രിമാരെയും അണിനിരത്തി തിരുവനന്തപുരത്ത് വിപുലമായ സമരപരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ന് ചേർന്ന LDF യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന സർക്കാരിനെതിരെ ചുമത്തുന്ന സാമ്പത്തിക ഉപരോധം, തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റം, SIR ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് ഇടതുമുന്നണിയുടെ പ്രക്ഷോഭം. കേന്ദ്രത്തിനെതിരായ സമരത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ജനുവരി 12-ന് സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പിന്നീട് തുടർ സമരപരിപാടികളും ഉണ്ടാകും. ആലപ്പുഴയിലെ ഹോട്ടലുകളിൽ കോഴിയിറച്ചി വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത് ഫുഡ് സേഫ്റ്റി അധികൃതർ തടഞ്ഞു. ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ ഉദ്യോഗസ്ഥർ ഇറക്കിവിട്ടെന്നാണ് പരാതി. പ്രതിഷേധവുമായി ഹോട്ടൽ ഉടമകൾ രംഗത്ത്. മറ്റന്നാൾ മുതൽ ഹോട്ടലുകൾ അടച്ചിടും. നെടുമുടിയിൽ മാത്രമാണ് കോഴിയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. FSSAIയുടെ നടപടി മുന്നറിയിപ്പില്ലാതെയെന്നാണ് KHRA വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി അജയ്നാഥ് ചേരുന്നു. അജയ്, ജില്ലയിൽ നേരത്തെ തന്നെ ഒരു പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ടൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നതാണോ ഈ ഹോട്ടൽ ഉടമകൾക്ക് പ്രതിഷേധം ഉണ്ടാകാനുള്ളൊരു കാരണം? അമ്പിളി, മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പക്ഷിപ്പനി ഉണ്ടാകുന്ന ഘട്ടത്തിൽ, അതായത് ഈ പക്ഷിപ്പനി ബാധിത പ്രദേശങ്ങളിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥാപനങ്ങളിൽ ഈ ഇറച്ചിക്കോഴികൾ അല്ലെങ്കിൽ ഈ പക്ഷിപ്പനി ബാധിച്ചിട്ടുള്ള ഈ പക്ഷികളുടെ വിപണനം ഉൾപ്പെടെ മുട്ട വിപണനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരാറുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം ഈ ഇത്തരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു ഉത്തരവ് ഇറക്കുന്നതിനപ്പുറം ഹോട്ടൽ ഉടമകൾക്ക് ഇത് സംബന്ധിച്ചൊരു രേഖാമൂലം അറിയിപ്പ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം. ഇന്നും സമാനമായ രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് സംബന്ധിച്ചൊരു രേഖാമൂലം ഒരു അറിയിപ്പ് ഹോട്ടൽ ഉടമകൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അവർ ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ചിക്കൻ വിഭവങ്ങളുടെ വിപണനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഹോട്ടലുകളിൽ അത് പാകം ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ആളുകളെ ഈ ഫുഡ് സേഫ്റ്റി അധികൃതർ എത്തി അവിടുന്ന് പറഞ്ഞുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് നയിക്കാനുള്ള കാരണം. 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്തരത്തിൽ വിപണനം നടക്കരുത് എന്ന് പറയുമ്പോൾ പോലും രേഖാമൂലം എന്തുകൊണ്ട് അറിയിപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ് ഹോട്ടൽ ഉടമകൾ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യം. അടുത്ത ദിവസം മുതൽ 30-ാം തീയതി മുതൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കുവാൻ വേണ്ടിയാണ് നിലവിൽ അവർ തീരുമാനിച്ചിട്ടുള്ളത്. മുൻ വർഷങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. ചിക്കൻ വിഭവങ്ങൾ പൊതുവേദിയിൽ, അതായത് പബ്ലിക്കായി വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ സൗജന്യമായി വിപണനം നടത്തുന്ന രീതിയിലേക്കെല്ലാം, സൗജന്യമായി കൊടുക്കുന്ന രീതിയിലേക്കെല്ലാം പ്രതിഷേധം മാറുന്ന കാര്യങ്ങളെല്ലാം മുൻ വർഷങ്ങളിൽ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. അതായത് പക്ഷിപ്പനി മുന്നറിയിപ്പ് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ തന്നെ, പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ അറിയിപ്പ് തങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ തുക മുടക്കി ഈ സാധനങ്ങൾ വാങ്ങി അത് പാകം ചെയ്ത് കച്ചവടം നടത്തുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു നിബന്ധന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം ഉണ്ടാകുന്ന ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് അവരുടെ ബിസിനസ്സിന് ഉൾപ്പെടെ ബാധിക്കുമെന്ന തരത്തിലേക്കുള്ളൊരു ആശങ്കയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നതിനാണ് നിലവിൽ ഹോട്ടൽ ഉടമകൾ അറിയിച്ചിട്ടുള്ളത്. അമ്പിളി. ശരി, ആലപ്പുഴയിൽ നിന്നും അജയ്നാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. മുനമ്പത്ത് വഖഫ് ബോർഡ് അവകാശമുന്നയിച്ച ഭൂമി ഏറ്റെടുക്കുന്നതിനായി സ്ഥലത്തെ താമസക്കാർക്ക് നോട്ടീസ് അയച്ചിരുന്നില്ലെന്ന് വിവരാവകാശ രേഖ. ഇത് സുപ്രീം കോടതി വിധികളുടെയും വഖഫ് നിയമത്തിന്റെയും ലംഘനമാണെന്ന് സമരസമിതി ചൂണ്ടിക്കാട്ടി. വിവരാവകാശ രേഖ സുപ്രീം കോടതിയിലും വഖഫ് ട്രിബ്യൂണലിലും സമർപ്പിക്കുമെന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതി വ്യക്തമാക്കി.
മുനമ്പത്തെ ഭൂമി വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ നടപടികളിൽ വഖഫ് ബോർഡിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയാണ് പുറത്തുവന്നത്. തർക്കഭൂമിയിൽ നിലവിൽ താമസിക്കുന്നവർക്ക് യാതൊരുവിധ മുൻകൂർ നോട്ടീസും നൽകാതെയാണ് ഭൂമി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതെന്ന് ബോർഡ് തന്നെ വിവരാവകാശ മറുപടിയിൽ പറയുന്നു. ഭൂമി വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ ഭാഗം കേൾക്കുകയോ അവർക്ക് നോട്ടീസ് നൽകുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് ഫറൂഖ് കോളേജ് അധികൃതരോട് മാത്രമാണ് ബോർഡ് വിശദീകരണം തേടിയത്. സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളുടെയും നിലവിലുള്ള വഖഫ് നിയമങ്ങളുടെയും ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതി ആരോപിച്ചു. വഖഫ് ബോർഡിലെ ഡിസംബർ മാസം 5-ാം തീയതി ഇവിടുത്തെ താമസക്കാർക്ക് നോട്ടീസ് നൽകിയിട്ടില്ല, ഹിയറിംഗ് നടത്തിയിട്ടില്ല, ഗസറ്റിൽ പരസ്യം ചെയ്തിട്ടില്ല, സർവേ നടത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള രേഖകളുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തരണം, അത് ഡോക്യുമെൻ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ താമസക്കാർക്ക് നോട്ടീസ് തരേണ്ട ആവശ്യമില്ല, അത് ഞങ്ങൾ ഫറൂഖ് കോളേജിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ വിവരാവകാശ രേഖ മുഖേന ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് തീർത്തും സുപ്രീം കോടതി വിധികളുടെ ലംഘനമാണ്, വഖഫ് നിയമത്തിന് തന്നെ ലംഘനമാണ്. അതുകൊണ്ട് 2019 എഴുതിയെടുത്തിരിക്കുന്ന ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യല്ലാതെ വേറെ മാർഗ്ഗങ്ങൾ ഒന്നും തന്നെയില്ല. ഇത് മുനമ്പം തീരപ്രദേശത്ത് താമസിക്കുന്ന 610 കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന രേഖയാണ്. മുനമ്പം ഭൂമി തർക്കം സംബന്ധിച്ച കേസ് ജനുവരി 27-ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് നിർണായക വിവരാവകാശ രേഖ സമരസമിതിക്ക് ലഭിച്ചത്. പുതുതായി ലഭിച്ച ഈ വിവരാവകാശ രേഖ സുപ്രീം കോടതിയിലും വഖഫ് ട്രിബ്യൂണലിലും നടക്കുന്ന കേസിൽ നിർണായക തെളിവായി സമർപ്പിക്കാനാണ് മുനമ്പം സമരസമിതിയുടെ തീരുമാനം. ഇതോടെ കേസ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പം നിവാസികൾ. അമൃത ന്യൂസ്, കൊച്ചി. പാലക്കാട് ചിറ്റൂരിനെ കണ്ണീരിലാഴ്ത്തിയ 6 വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കെ കാണാതായ സുഹാനെ കണ്ടെത്താൻ നാടൊന്നാകെ തിരച്ചിലായിരുന്നു. എന്നാൽ 21 മണിക്കൂർ നീണ്ട ആശങ്കകൾക്കൊടുവിൽ ഇന്ന് രാവിലെ വീടിന് 100 മീറ്റർ മാത്രം അകലെയുള്ള കുളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മുങ്ങിമരണം തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പാലക്കാട് ചിറ്റൂർ അമ്പാട്ടുപാളയം എരുമൻകോട് സ്വദേശികളായ മുഹമ്മദ് അനസ്, തൗഹിദ ദമ്പതികളുടെ ഇളയ മകനാണ് സുഹാൻ. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സുഹാനെ കാണാതായത്. രാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് രാവിലെ തന്നെ തിരച്ചിൽ വീണ്ടും ആരംഭിച്ചു. തുടർന്ന് 8:30ഓടെയാണ് കുട്ടിയുടെ മൃതദേഹം കുളത്തിൽ കണ്ടെത്തിയത്. സുഹാന്റെ പിതാവ് മുഹമ്മദ് അനസ് ഗൾഫിലാണ്. അധ്യാപികയായ അമ്മ സുഹാനെ കാണാതായ സമയം വീട്ടിലില്ലായിരുന്നു. വീട്ടിലെ സ്വീകരണ മുറിയിലിരുന്ന് സുഹാനും 8 വയസ്സുള്ള സഹോദരനും TV കാണുകയായിരുന്നു. ഇതിനിടെ സഹോദരനുമായി പിണക്കമുണ്ടായതായും ബന്ധുക്കൾ പറയുന്നു. സുഹാനെ കാണാതായപ്പോൾ തന്നെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വഴക്ക് കൂടിയതിനെ തുടർന്ന് പുറത്തിറങ്ങിപ്പോയതായി സഹോദരൻ പറഞ്ഞെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. മുത്തശ്ശി സമീപത്തെ വീടുകളിലൊക്കെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് നാട്ടുകാരുമായി ചേർന്ന് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനാകാത്തതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. കുട്ടിയെ കാണാതായ നിമിഷം മുതൽ വീട്ടുകാരും നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാ സേനയും സംയുക്തമായി വലിയ തിരച്ചിലാണ് നടത്തിയത്. കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാകാം എന്നതടക്കമുള്ള ഭീതി നിലനിൽക്കുന്ന വേളയിലാണ് ഏവരെയും സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് കുളത്തിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ MLA കുൽദീപ് സെൻകാറിന്റെ ശിക്ഷ മരവിച്ച ഹൈക്കോടതി വിധിക്കെതിരെ പ്രതിഷേധം ശക്തം. ജന്തർ മന്ദറിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. അതിജീവിതയും അമ്മയും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അതിജീവിത പറഞ്ഞു. ഉത്തർപ്രദേശ് സർക്കാർ ഉൾപ്പെടെ സെൻകാറിന് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് അതിജീവിത വ്യക്തമാക്കി. താനും കുടുംബവും ഇപ്പോഴും സുരക്ഷിതരല്ലെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാർലമെന്റിന് മുന്നിലും സാമൂഹ്യ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ CBI നൽകിയ അപ്പീൽ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. സെൻകാറിന് ജാമ്യം നൽകിയതും ശിക്ഷ മരവിപ്പിക്കുകയും ചെയ്തതും നിയമവിരുദ്ധമെന്ന് CBI പറയുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ അവധിക്കാല ബെഞ്ചാണ് നാളെ ഹർജി അടിയന്തരമായി പരിഗണിക്കുക. उम्मीद है मुझे सुप्रीम कोर्ट ने न्याय दिया है और न्याय देगा. हम हाई कोर्ट पे एलिगेशन नहीं लगा रहे हैं. हम तो हाई कोर्ट के वो 2 जज, क्योंकि उनको क्या पता घर में बैठना हो, क्या पता उन्हें रिटायर होना हो, उनके पास पैसे की कमी हो. उन्होंने अपना रूम भर लिया, CBI का IO ने अपने अपने रूम भर लिए हैं. आराम से बैठ के खाएंगे ऐसे. इसीलिए हमारे साथ में हम तो ये भी कहते हैं कि अगर इंग्लिश में बहस हो रही है तो ठीक है, अगर गरीब, अगर कोई अनपढ़
ഭഗവത്ഗീത പഠനത്തിനായി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെയും ഗീതാ സ്വാധ്യായ സമിതിയുടെയും നേതൃത്വത്തിൽ ഗീതയാനം ഏകദിന സെമിനാർ നടത്തി. VSSC മുൻ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായർ, മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R. സഞ്ജയൻ, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ അജിത് നീലകണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഭഗവത്ഗീത പഠനത്തിന് യുവജനങ്ങളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗീതാ സ്വാധ്യായ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഏകദിന ഗീതാ സെമിനാർ സംഘടിപ്പിച്ചു. VSSC മുൻ ഡയറക്ടർ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. തലമുറകളെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് ഭഗവത്ഗീത എന്ന് അദ്ദേഹം പറഞ്ഞു. ഭഗവത്ഗീത മോക്ഷത്തിന്റെ ശാസ്ത്രവും ജീവിത വിജയത്തിന്റെ മാർഗവുമാണെന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ പറഞ്ഞു. ഭഗവത്ഗീത മോക്ഷത്തിന് വേണ്ടിയുള്ളവർക്ക്, മോക്ഷത്തിന് അധികാരമുള്ളവർക്ക് മോക്ഷവും, യുവത്വത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നവർക്ക്, അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക്, ആ ഒരു ആഗ്രഹത്തോടുകൂടി സമീപിക്കുന്നവർക്ക് ദക്ഷതയും പ്രദാനം ചെയ്യുന്നു. ഭഗവത്ഗീതയുടെ 2 പ്രയോജനങ്ങളാണ്. ഇത് വലിയൊരു വിഷയമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം തുടങ്ങുമ്പോൾ ഗ്രന്ഥ പ്രയോജനം എന്താണെന്നുള്ളൊരു ചർച്ചയുണ്ട്. ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശങ്കരാചാര്യ സ്വാമിയുടെ ഭാഷ്യമൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം അധികാരി ആരാണ്, ഈ ഗ്രന്ഥത്തിന് അധികാരി, ഇത് പഠിക്കാനുള്ള അർഹത ആർക്കാണുള്ളത്, ഈ ഗ്രന്ഥത്തിൻ്റെ വിഷയം എന്താണ്, ഈ ഗ്രന്ഥത്തിൻ്റെ പ്രയോജനം എന്താണ്, പിന്നെ സംബന്ധം എന്താണ്, ഇതിന് അധികാരമുള്ളവന് ഈ വിഷയമായിട്ട് എന്ത് സംബന്ധം, ഈ അധികാരമുള്ളവന് ഈ പ്രയോജനമായിട്ട് എന്ത് സംബന്ധം, ഈ വിഷയത്തിന് ഈ അധികാരിയായിട്ട് എന്ത് സംബന്ധം, വിഷയത്തിന് പ്രയോജനമായിട്ട് എന്ത് സംബന്ധം, അങ്ങനെ സംബന്ധം, ഇങ്ങനെ 4 വിഷയങ്ങൾ എല്ലാ ഗ്രന്ഥങ്ങളുടെയും തുടക്കത്തിൽ ചർച്ച ചെയ്യും. അനുബന്ധ ചതുഷ്ടയം എന്നാണ് പറയുന്നത്. സ്വാഗത സംഘം ജനറൽ കൺവീനർ BS ബസന്തകുമാർ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ സഞ്ജയൻ, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ അജിത് നീലകണ്ഠൻ എന്നിവരും പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അപകടത്തിൽപ്പെട്ട യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കാതെ പോലീസ് കടന്നുകളഞ്ഞ സംഭവത്തിൽ ആരോപണങ്ങൾ തള്ളി പോലീസ് രംഗത്ത്. യുവാക്കൾ ബൈക്കിൽ ആശുപത്രിയിലെത്തുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. അതേസമയം സംഭവത്തിൽ പോലീസിനെതിരെ യുവാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. എറണാകുളം കണ്ണമാലിയിൽ വാഹന പരിശോധനയ്ക്കിടെ അപകടമുണ്ടായി പരിക്കേറ്റിട്ടും യുവാക്കളെ ആശുപത്രിയിൽ എത്തിച്ചില്ല എന്നായിരുന്നു പോലീസിനെതിരായ ആരോപണം. ബൈക്കിൽ കെട്ടിയാണ് പരിക്കേറ്റ അനിൽ എന്നയാളെ സുഹൃത്ത് ആശുപത്രിയിൽ എത്തിച്ചതെന്നും ആരോപണമുണ്ടായിരുന്നു. എന്നാൽ യുവാക്കൾ ബൈക്കിൽ ആശുപത്രിയിൽ എത്തുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത്. യുവാവിന്റെ ശരീരത്തിൽ നിന്നും മദ്യത്തിന്റെ മണം വന്നിരുന്നുവെന്ന ഡോക്ടറുടെ റിപ്പോർട്ടും പോലീസ് പുറത്തുവിട്ടു. പോലീസ് കുടുക്കാൻ ശ്രമിക്കുകയാണെന്ന് അപകടത്തിൽ പരിക്കേറ്റ അനിലിന്റെ സുഹൃത്ത് രാഹുൽ പറഞ്ഞു. പോലീസിനെതിരെ യുവാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി. അപകട സമയത്ത് മദ്യപിച്ചിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. പട്ടി കുറുകെ ചാടി അപകടമുണ്ടായി എന്ന് ഡോക്ടറോട് പറഞ്ഞത് പേടികൊണ്ടാണെന്നും യുവാക്കൾ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ പോലീസിനെതിരായ ആരോപണം തള്ളുകയാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. മദ്യപിച്ച് വാഹനം ഓടിച്ചു വരുന്ന ആളുടെ കൈകാണിച്ച് നിർത്താതെ അവർ ഇങ്ങനെ പോലീസുകാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൽ അവർക്ക് പരിക്കുണ്ട്. അന്ന് ഉടൻ തന്നെ പോലീസുകാരെ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. പോലീസ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത് അവർ പ്രോപ്പറായി ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തുള്ള സംഭവമാണ്. എന്തായാലും അവർ ആ സമയത്ത് അവരെയും ഹോസ്പിറ്റലിലേക്ക് ജീപ്പിൽ മറ്റു പോലീസുകാരെ കൊണ്ടുപോകുമ്പോൾ അവരെയും കയറാൻ പറഞ്ഞിട്ടുണ്ട്. അവർ കയറിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലായത്. വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ ബൈക്ക് തടഞ്ഞു നിർത്തുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ പോലീസുകാരനും ബൈക്ക് യാത്രക്കാരനും പരിക്കേറ്റിട്ടും ബൈക്ക് യാത്രക്കാരനെ റോഡിൽ ഉപേക്ഷിച്ച് പോലീസുകാരനെ മാത്രം ആശുപത്രിയിൽ എത്തിച്ചു എന്നായിരുന്നു കണ്ണമാലി പോലീസിനെതിരെ ഉയർന്ന ആരോപണം. സ്വന്തം നിലയ്ക്ക് ആശുപത്രിയിൽ പൊയ്ക്കോളാമെന്ന യുവാക്കൾ പറഞ്ഞതിനാലാണ് ഇവരെ ജീപ്പിൽ കൊണ്ടുപോകാതിരുന്നതെന്നാണ് പോലീസ് വാദം. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിൽ തുടർവിജയം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. വൈകിട്ട് 7-ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ബാറ്റിംഗ് നിരയിൽ വലിയ അഴിച്ചുപണി നടത്തിയാണ് ശ്രീലങ്ക മത്സരത്തിനിറങ്ങുന്നത്. അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഷഫാലി വർമ്മ ഇത്തവണയും ഫോം നിലനിർത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. അവധി ദിവസമായതിനാൽ തന്നെ കളി കാണാൻ ആരാധകരെല്ലാം തന്നെ സ്റ്റേഡിയത്തിലുണ്ട്. വിശദാംശങ്ങളുമായി M. പ്രജിത്ത് ചേരുന്നു. പ്രജിത്ത്, ഇനി അരമണിക്കൂർ കൂടി മാത്രമേ ഉള്ളൂ മത്സരം ആരംഭിക്കാൻ. 4ാം പരമ്പര സ്വന്തമാക്കിയെങ്കിലും 4ാം ജയം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. ആരാധകരുടെ ഒരു പങ്കാളിത്തമൊക്കെ സ്റ്റേഡിയത്തിൽ എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്?
തീർച്ചയായും അമ്പിളി, ആരാധകരുടെ വലിയ പിന്തുണ, പ്രത്യേകിച്ച് ഇന്ന് അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആരാധകരുടെ ഒരു വലിയ പിന്തുണ തന്നെ ടീം ഇന്ത്യക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സർവാധിപത്യം, പരമ്പരയിലെ ഒരു സർവാധിപത്യത്തിലേക്കാണ് ഇന്ത്യ നടന്നു നീങ്ങാൻ ഒരുങ്ങുന്നത്. ഇന്ന് 4ാമത്തെ മത്സരമാണ്. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഈ 4 മത്സരങ്ങളിൽ 4ാമത്തെ മത്സരം കൂടി ജയിച്ച് ശ്രീലങ്കയ്ക്ക് മേലൊരു സർവാധിപത്യം എടുക്കുവാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതേസമയമാവട്ടെ ശ്രീലങ്കയ്ക്ക് ഒരു ആശ്വാസ ജയമെങ്കിലും ഇനി വരുന്ന അടുത്ത മത്സരം 30-ാം തീയതിയാണ്. ഈ 2 മത്സരങ്ങളിലും വിജയിച്ച് ഒരു ആശ്വാസ വിജയം നേടി അവർ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു ഒരുക്കത്തിലാണ് അവർ. ഇന്ത്യ ആവട്ടെ ലോകകപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഈ മത്സരത്തെ നോക്കിക്കാണുന്നത്. ഇനി വരുന്ന 30-ാം തീയതി വരുന്ന മത്സരവും അതുപോലെ തന്നെ ഇന്നത്തെ മത്സരവും ലോകകപ്പിലേക്കുള്ള ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കൂടുതൽ പരീക്ഷണങ്ങളിലേക്ക് ഇന്ത്യ കടക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നേരത്തെ അമുൽ മജുംദാർ, ഇന്ത്യയുടെ പരിശീലകനായ അമുൽ മജുംദാർ പറഞ്ഞതും അതുതന്നെയാണ്. ലോകകപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള ഒരു പരിശീലനം അത് തെളിയിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ അറേഞ്ച്മെൻറ്റും എല്ലാം തന്നെ ടീം ഇന്ത്യ നടപ്പാക്കിയിരിക്കുന്നത്. കൂടുതൽ സൈഡ് ബെഞ്ചിലിരിക്കുന്ന താരങ്ങളെ കളത്തിലെത്തിച്ച് അവർക്ക് എന്താണോ ഈ മത്സരത്തിൽ ചെയ്യാൻ കഴിയുക, ബാറ്റിങ്ങിലാവട്ടെ ബൗളിങ്ങിലാവട്ടെ ഓൾറൗണ്ടിങ്ങിലാവട്ടെ എല്ലാം എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു പരീക്ഷണത്തിന് കൂടിയാണ് ടീം ഇന്ത്യ തയ്യാറെടുക്കുന്നത്. മറ്റൊരു കാര്യം കഴിഞ്ഞ തവണത്തെ മത്സരത്തിൻ്റെയാണ്. കഴിഞ്ഞ തവണത്തെ മോശമായ ഒരു പ്രകടനമാണ് ശ്രീലങ്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആ ബാറ്റിങ്ങിൽ ശക്തമായ ഒരു തകർച്ച അത് തന്നെയാണ് ശ്രീലങ്കൻ ടീമിൻ്റെ പല ആളുകളും തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ആ ബാറ്റിങ്ങിൽ സ്ഥിരതയില്ലായ്മ, ബൗളിങ്ങിൽ സ്ഥിരതയില്ലായ്മ അത് തന്നെയാണ് ശ്രീലങ്കയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ കളിയിലെ പിഴവ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണുന്നത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കൂടുതൽ ഈ മത്സരം അത് നടന്നു നീങ്ങുന്നത് കുറച്ച് അച്ചീവ്മെൻറ്റ്സിലേക്കാണ്, അതായത് കൂടുതൽ നേട്ടങ്ങളിലേക്കാണ് ഈ മത്സരം നടന്നു നീങ്ങുന്നത് എന്ന് തന്നെ പറയാം. ശ്രീലങ്കയുടെ ക്യാപ്റ്റനായ ചാർമാരി അട്ടപ്പെട്ടു ഈ മത്സരത്തിലുണ്ട്. ഈ മത്സരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 150 ശ്രീലങ്കയ്ക്ക് വേണ്ടി രാജ്യാന്തര കൂടുതൽ മത്സരങ്ങളിൽ ശ്രീലങ്കയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യാന്തര മത്സരത്തിൽ പങ്കെടുക്കുന്ന വനിതയായി ശ്രീലങ്കയുടെ മാറും ചാർമാരി അട്ടപ്പെട്ടു. അതുപോലെ തന്നെ ദീപ്തി ശർമ്മയാവട്ടെ ഒരു വിക്കറ്റ് കൂടി ഈ മത്സരത്തിൽ ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ മത്സരത്തിൽ കൂടുതൽ വിക്കറ്റ് നേടുന്ന താരവുമായി ദീപ്തി ശർമ്മ മാറും. അതുപോലെ തന്നെ സ്മൃതി മന്ദാനയ്ക്കാവട്ടെ, ഇന്ത്യയുടെ ടോപ്പ് ബാറ്റ്സ്മാനായ സ്മൃതി മന്ദാനയ്ക്കാവട്ടെ 27 റൺസ് കൂടി എടുത്തു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ 10,000 റൺസ് തികയുന്ന ഒരു അത്യപൂർവമായ ഒരു കാഴ്ചയിലേക്കുമാണ് ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും ഇന്ന് അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ കാണികളുടെ പിന്തുണ അത് ടീം ഇന്ത്യക്ക് ഉറപ്പിക്കാവുന്നതാണ്. കഴിഞ്ഞ മത്സരത്തിൽ 8,000-ത്തിലധികം കാണികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് 10,000 കടക്കുമെന്നാണ് സംഘാടകർ പറയുന്നത്. അത്തരത്തിൽ കുറച്ച ടിക്കറ്റ് നിരക്കിലാണ് ഇവിടെ കാണികളെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സമ്പൂർണ്ണമായൊരു ആധിപത്യം ശ്രീലങ്കയ്ക്ക് മേൽ ഉണ്ടാവും. അത് ഈ കഴിഞ്ഞ മത്സരത്തിൽ ടോസ് നേടിയത് ഇന്ത്യയാണെങ്കിൽ ബൗളിംഗ് ആണ് ഇന്ത്യ തിരഞ്ഞെടുത്തത്. ഇത്തവണ ടോസ് അല്പസമയത്തിനകം തന്നെ നടക്കും. അപ്പോൾ നമുക്ക് വ്യക്തമായൊരു കാഴ്ചയിലേക്ക് പോകും. ആർക്കാണ് ആദ്യമായി ബാറ്റിങ്ങോ അതായത് ബൗളിങ്ങോ ലഭിക്കുക എന്നുള്ളത്. ശരി, ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 മത്സരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. 7-ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ടോസിംഗ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ബാറ്റിംഗ് വലിയ അഴിച്ചുപണി നടത്തിയാണ് ശ്രീലങ്ക മത്സരത്തിനിറങ്ങുന്നത്. അതേസമയം ഇന്ത്യ 4ാം ജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യയും ഇറങ്ങുന്നത്.